BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. തരംഗങ്ങൾ പലതും കടന്നുപോകും. കേരള കോൺഗ്രസ് എമ്മിന്റെ വോട്ട് ഷെയർ അങ്ങനെ തന്നെ നിൽക്കും. ഇക്കുറിയും അതിന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് നിലയിലൂടെ കേരള കോൺഗ്രസ് എം തെളിയിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ കോട്ടയത്ത് കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും അധികം സീറ്റുകളും വോട്ട് വിഹിതവും നേടിയ പാർട്ടി ഇപ്പോഴും കേരള കോൺഗ്രസ് എം തന്നെയാണ്. കേരള കോൺഗ്രസ് എം തകർന്നു എന്നുള്ള പ്രചരണങ്ങളെ കണക്കുകൾ നിരത്തിക്കൊണ്ട് തന്നെയാണ് ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർ പ്രതിരോധിക്കുന്നതും. കേരള കോൺഗ്രസിന്റെ തട്ടകമായ പാലായിൽ വൻ തിരിച്ചടി എന്നതായിരുന്നു ഒരു പ്രചരണം. പാലാ നിയോജക മണ്ഡലത്തിൽ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പൽ വാർഡുകളിൽ UDF 91 സീറ്റുകൾ നേടിയപ്പോൾ തൊട്ടു പിന്നിലായി കേരള കോൺഗ്രസ് എം പിൻബലത്തിൽ LDFന് 87 സീറ്റുകൾ ലഭിച്ചു. പാലാ മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ പ്രാവശ്യം 2 ഇലയിൽ നേടിയ 10 സീറ്റുകളും കേരള കോൺഗ്രസ് നിലനിർത്തി. ഒപ്പത്തിനൊപ്പം വോട്ടുകൾ ലഭിച്ച ഒരു വാർഡിൽ കുറിയിട്ട് വിജയം നിശ്ചയിച്ചപ്പോഴാണ് പാർട്ടിക്ക് ആ സീറ്റ് നഷ്ടപ്പെട്ടത്. മാത്രമല്ല, നഗരസഭയിൽ ആകെ പോൾ ചെയ്ത 13,417 വോട്ടുകളിൽ 6,247 വോട്ടുകൾ നേടി 46.75% വോട്ടുകളുമായി LDF ഒന്നാം സ്ഥാനം നിലനിർത്തി. UDF 8.75% പിന്നിലായി 5,098 വോട്ടുകൾ മാത്രമാണ് നേടിയിരുന്നത്. പാലാ നിയോജക മണ്ഡലത്തിൽ ആകെ വോട്ടുകളുടെ എണ്ണത്തിൽ കോൺഗ്രസിന് തൊട്ടടുത്ത് തന്നെ കേരള കോൺഗ്രസ് എമ്മും ഉണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 16,000 വരെ വോട്ടുകൾക്ക് ഇടതുപക്ഷം പിന്നിൽ പോയെടുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ 2,290 വോട്ടുകൾക്ക് LDF മുന്നിലാണ്. കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് ഇത് വലിയ ആശ്വാസം തന്നെയാണ്. പാലായിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം BJP ഭരിച്ച കോട്ടയം ജില്ലയിൽ ഏക പഞ്ചായത്തായ മുത്തോലി പഞ്ചായത്ത് ഇത്തവണ LDF പിടിച്ചെടുത്തു. അവിടെ കേരള കോൺഗ്രസ് എമ്മിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷവുമുണ്ട്. മാത്രമല്ല, ഇവിടെ UDFനേക്കാൾ 21.78% വോട്ടുകൾക്ക് കേരള കോൺഗ്രസ് എം പിൻബലത്തിൽ LDF മുന്നിൽ തന്നെയാണ്. മുത്തോലി പഞ്ചായത്തിൽ ആകെ പോൾ ചെയ്തത് 10,089 വോട്ടുകളാണ്. ആ വോട്ടുകളിൽ 5,274, അതായത് 48.79% വോട്ടുകൾ LDFന് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ 2 സീറ്റ് CPMനും ബാക്കിയുള്ള 7 വാർഡുകളിൽ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥികളുമാണ് വിജയിച്ചത്. മുന്നിലവ് പഞ്ചായത്തിൽ 41% വോട്ട് ഷെയറോടെ LDF ഭരണം പിടിച്ചതും കേരള കോൺഗ്രസ് എം തന്നെയാണ്. ഇവിടെ UDFന് ലഭിച്ചതാകട്ടെ 35.97% മാത്രം. തലനാട് പഞ്ചായത്തിൽ 47% വോട്ടുകൾ LDFനാണ്. കരൂർ പഞ്ചായത്തിൽ 40.81% വോട്ടുകൾ LDF നേടിയിട്ടുണ്ട്. ഒരു സീറ്റിന്റെ കുറവിൽ ഭരണം നഷ്ടമായെങ്കിലും 4.17% വോട്ടുകൾ കൂടി ഭൂരിപക്ഷം ഇവിടെ LDFനുണ്ട്. എന്നാൽ ഒരു സ്വതന്ത്രന്റെ പിൻബലത്തിൽ വേണം ഇവിടെ UDFന് ഭരണം നടത്താനായിട്ട്. ഭരണങ്ങാനം പഞ്ചായത്ത് UDF ലഭിച്ചത് വെറും 2.17% വോട്ടിന്റെ ലീഡ് മാത്രമാണ്. ഭരണങ്ങാനം, തലപ്പലം, മേലുകാവ്, മുന്നിലവ്, തലനാട് പഞ്ചായത്തുകളിലെല്ലാം തന്നെ ഇത്തവണ സീറ്റുകൾ കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. പാലായിൽ കഴിഞ്ഞ പ്രാവശ്യം വാർഡുകൾ 44 ആയിരുന്നത് 47 കൂടി. കോട്ടയം നഗരസഭയിൽ കേരള കോൺഗ്രസ് എം സീറ്റുകളുടെ എണ്ണം 1 നിന്ന് 3 വർദ്ധിപ്പിച്ചു. കോട്ടയം നഗരസഭയിൽ കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് എമ്മിന് 1 സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇക്കുറി പാർട്ടി നേട്ടവും ഉണ്ടാക്കി. കഴിഞ്ഞ തവണ സീറ്റില്ലാതിരുന്ന പനച്ചിക്കാട് പഞ്ചായത്തിൽ LDFന് വേണ്ടി കേരള കോൺഗ്രസ് എം 1 സീറ്റ് വിജയിച്ചു. ഏറ്റുമാനൂരിൽ ഉണ്ടായിരുന്ന 8 സീറ്റുകൾ നിലനിർത്തുകയും ചെയ്തു. ജില്ലയിൽ തങ്ങളുടെ കരുത്ത് തെളിയിക്കാനായി കേരള കോൺഗ്രസ് എമ്മിന് സാധിച്ചു. പാലാ നിയോജക മണ്ഡലത്തിൽ LDFിലെ മറ്റെല്ലാ കക്ഷികൾക്കും സീറ്റ് കുറഞ്ഞപ്പോൾ കനത്ത തോൽവി സംഭവിക്കാതെയാണ് കേരള കോൺഗ്രസ് എം നിലനിൽക്കുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.